ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. എന്തെല്ലാം വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഓമയ്ക്ക എടുത്തിട്ടുണ്ട്, പപ്പയ, അരിപ്പൊടി എടുത്തിട്ടുണ്ട് 1.5 കപ്പ്, ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് 1.5 കപ്പ്, ചെറിയ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, നെയ്യ്, 5 ഏലക്ക എടുത്തിട്ടുണ്ട്, 150 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ എള്ളെടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെ ഇത് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഒരു പാത്രം എടുത്ത് അതിലേക്ക് അരിപ്പൊടിയും ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കണം. ഈ അരിപ്പൊടി ഈ ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടിയാണ്. പിന്നെ ഓമയ്ക്ക ചെത്തി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം. ഇത് 1/2 കിലോ ഓമയ്ക്ക ഉണ്ട്, അതൊന്ന് അരച്ചെടുക്കാം. നേരത്തെ നമ്മൾ എടുത്തു വെച്ച ആ ഏലക്കായും പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് പഞ്ചസാര വേണ്ട, ശർക്കരയാണ് വേണ്ടതെങ്കിൽ ഈ സമയം 200 ഗ്രാം ശർക്കര ഉരുക്കി ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മാവൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അരിപ്പൊടിയും ഗോതമ്പൊടിയും ഒന്ന് മിക്സ് ആക്കിയിട്ട് അതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കണം. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഓമയ്ക്കയുടെ പൾപ്പുണ്ടല്ലോ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കണം. എടുത്ത് ആ തവി വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഒരുവിധം ഒന്ന് മിക്സായി കഴിയുമ്പോൾ ഇത് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് എല്ലാം ഇടവും ഒരുപോലെ മിക്സായെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഉള്ള ഒരു ഉണ്ണിയപ്പം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അത് തവി കൊണ്ട് മിക്സ് ചെയ്യാതെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. അതുപോലെ ഈ പൾപ്പ് കൊണ്ട് മാത്രം മാവ് ആയി വരത്തില്ല. അതിന് പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളം ആ മിക്സിയുടെ ജാറ് കഴുകി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഈ വെള്ളത്തിൻ്റെ അളവ് നമ്മൾ എടുക്കുന്ന പൊടിയെ ആശ്രയിച്ചിരിക്കും. വെള്ളം ഞാൻ കാണിക്കാം. മാവ് ആ ഒരു ലൂസാകുന്നത് വരെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. കണ്ടോ, ഈ ഒരു രീതിയിൽ ഇങ്ങനെ വീഴത്തക്ക പോലെ ആവണം. ഇപ്പോൾ നമ്മൾ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ തേങ്ങയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. തേങ്ങ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരേ വലിപ്പത്തിൽ അരിഞ്ഞെടുക്കണം, എന്നാലേ കറക്റ്റായിട്ട് മൂത്ത് വരത്തുള്ളൂ. നേരത്തെ ഞാൻ കുറച്ച് വെറൈറ്റികളായ ഉണ്ണിയപ്പം ട്രൈ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഉണ്ണിയപ്പം എന്നൊരു പ്ലേലിസ്റ്റ് തന്നെ ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ട്രൈ ചെയ്യാത്തവർക്ക് ട്രൈ ചെയ്യാം. പിന്നെ ഒരു പാത്രം വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ആ നെയ്യ് ഒന്ന് ഉരുകി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ച് ആ തേങ്ങ ഒന്നിട്ട് കൊടുക്കാം. തേങ്ങ ഒരുപാടങ്ങ് മൂക്കണ്ട, ഒരുവിധം മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ എള്ളിട്ട് കൊടുക്കണം. എള്ളിട്ട് ഒന്ന് മിക്സായി കഴിയുമ്പോൾ തന്നെ എള്ള് പൊട്ടാൻ തുടങ്ങും. ആ പൊട്ടുന്ന ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ. എള്ളിന് ഒരുപാട് മൂപ്പൊന്നുമില്ല. ഇനി ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്ററിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പക്കാര വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണേലും ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിക്കുന്നുണ്ട്. അത് നെയ്യ് ചേർത്ത് കഴിയുമ്പം ഒരു പ്രത്യേക ടേസ്റ്റും മണമൊക്കെ ഉണ്ണിയപ്പത്തിന്. പിന്നെ എല്ലാ ഉണ്ണിയപ്പത്തിലും ഞാൻ പറയുന്നത് പോലെ 1 കപ്പിലോ ഗ്ലാസ്സിലോ മാവ് എടുത്തതിന് ശേഷം മാത്രം ചൂടായ എണ്ണയിലോട്ട് ഈ മാവ് ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഒരു കുഴിയിൽ നിന്ന് മറ്റേ കുഴിയിൽ ഒഴിക്കാൻ പോകുന്ന നേരത്ത് തവിയെ ഇങ്ങനെ തുള്ളിയായിട്ട് വീഴും. അതുപോലെ ലോ ഫ്ലെയിമിലായിരിക്കണം. തീ ഒരുപാട് കൂട്ടിയിട്ട് കൊടുക്കരുത്. അത് നമ്മുടെ ആ കൂട്ട് കറക്റ്റ് ആണെങ്കിൽ ഈ ഉണ്ണിയപ്പം തന്നെ പൊങ്ങി വരും. കണ്ടോ ഇതുപോലെ, അല്ലാതെ കുത്തി ഇളക്കാനും ഒന്നും നിൽക്കണ്ട. കണ്ടോ, അത് തന്നെ തിരിഞ്ഞു മറിഞ്ഞ് വീണ് തന്നെ അത് മൂത്ത് വരും. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമായി ഓമയ്ക്ക. എന്തായാലും ഈ പപ്പയ ഉണ്ണിയപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റ് ആയിരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.